വീണ്ടും വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിന് നന്ദി പറയുന്നു. ഇന്നത്തെ വചനം ലൂക്ക 23 34 വാക്യം. ലൂക്ക 23:34 വാക്യം. ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുന്ന സമയം. രണ്ട് കള്ളന്മാരുടെ ഇടയിൽ ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുന്നു. ക്രിസ്തുവിനെ അപമാനിക്കാവുന്ന രീതിയിലെല്ലാം അവർ ക്രിസ്തുവിനെ അപമാനിക്കുന്നു, ഉപദ്രവിക്കുന്നു, പീഡിപ്പിക്കുന്നു, പുച്ഛിക്കുന്നു, പരിഹസിക്കുന്നു, മുഖത്ത് തുപ്പുന്നു. നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ സമീപനം എന്തായിരുന്നു? യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു. ജനം നോക്കി നിന്നു. പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ചു പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. പടയാളികൾ അടുത്തു വന്ന് വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ചു പറഞ്ഞു, നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. അത് കൂടാതെ കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അപമാനിതനായി, നഗ്നനായി ആ കുരിശിൽ കിടക്കുമ്പോൾ, ആ നിന്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ക്രിസ്തു പറഞ്ഞ വാക്കുകൾ, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. ഈ ഒരു ക്രിസ്തു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുകയാണെങ്കിൽ ഈ ലോകത്തിന് നമ്മളോട് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അവർക്ക് നന്മ ചെയ്യുവിൻ. അപ്രകാരം ചെയ്യുക വഴി നീ അവരുടെ തലയിൽ തീക്കനൽ കൂട്ടും എന്നും വേദപുസ്തകത്തിൽ പറയുന്നു. അപ്പോൾ ഈ ശത്രുക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു മനസ്ഥിതി, ഒരു തുറവി, ഒരു കാഴ്ചപ്പാട്, ശത്രുക്കളെ ശപിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് കർത്താവിനോട് യാചിക്കാനും ഒക്കെയുള്ള ഒരു മനസ്സ് നേടാനായാൽ നമ്മൾ ഈ ലോകത്തെ ജയിച്ചു കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഒരാളെ ഈ ലോകത്തിന് എന്തു ചെയ്യാൻ സാധിക്കും? ക്രിസ്തുവിനെ പ്രതി ആരെങ്കിലും അപമാനിച്ചാൽ അത് നേട്ടമായി കരുതുന്നു. ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരുവിധം എല്ലാ വിശുദ്ധരും അവരുടെ ആറ്റിറ്റ്യൂഡ് ഇത് തന്നെയായിരുന്നു. ആരും വാളിന് പകരം വാളെടുത്ത ക്രിസ്ത്യാനികൾ ഇല്ല. സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കിയ ക്രിസ്ത്യാനികളാണ് യഥാർത്ഥ ക്രിസ്തു അനുയായി. അപ്പം നമുക്കും ഈ ഒരു മനോഭാവം വളർത്താം. നമുക്ക് ക്രിസ്തുവിൻ്റെ മനോഭാവം കൂടുതലായി നമ്മുടെ ജീവിതത്തിൽ പകർത്താം. ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി, തുറവിക്കായി, വിവേകത്തിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ശത്രുക്കളോട്
ക്ഷമിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർവേശ്വരൻ ഇടപെടട്ടെ. കാരണം കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു, പ്രതികാരം എൻ്റേതാണ്, നിൻ്റേതല്ല. നീ ശത്രുക്കൾക്ക് നന്മ ചെയ്യുക. ആമേൻ.